ശക്തി ആ ഭാഷയിലില്ല. അത് മാധ്യമങ്ങൾ തെറ്റിദ്ധരിക്കുന്നതാണോ അതോ അത് ഈ സംഘടനയുടെ സ്വഭാവമാണോ? അങ്ങനെയെങ്കിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ സ്വഭാവമാണ് എസ് എൻ സ്വാമി പറയുന്നത് പോലെ. ഇവിടെ ആരും ഉന്നയിച്ചില്ല എന്ന് പറയുന്നു. ആരും ഉന്നയിച്ചില്ല എന്ന് വെച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ല എന്നാണോ ഈ നായകബിംബങ്ങൾ പറയുന്നത്? ഇത്ര ഗൗരവതരമായൊരു വിഷയം ആരെങ്കിലും ഉന്നയിക്കണം. ആരെങ്കിലും ഉന്നയിച്ചാൽ മാത്രമേ അമ്മ അത് ചർച്ച ചെയ്യുന്നു വെച്ചാൽ ആ ഉത്തരവാദിത്തം ആർക്കാണ് നൽകുന്നത്? ഇങ്ങനെ ആക്രമിക്കപ്പെട്ടവർക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ അവർ പറയൂ. ഇനി അവരല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന ചിലരുണ്ടല്ലോ, അവർ പറയൂ. ഞങ്ങളായി പറയില്ല എന്ന് വെച്ചാൽ എന്താണ്? ആക്രമണം നടന്നിട്ടില്ല എന്നോ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നിട്ടില്ല എന്നോ? ഇതൊക്കെ കൺമുന്നിൽ ഉണ്ട്. പക്ഷേ അത് ഉന്നയിക്കില്ല. അതാരെങ്കിലും ഉന്നയിക്കണം. ഇത് നിരുത്തരവാദപരമാണ്, ഇത് നിസ്സംഗതയാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടണമെന്ന് ഈ ആക്രമിക്കപ്പെട്ട നടിയോ അവരെ പിന്തുണയ്ക്കുന്ന ഒരു ചെറുവിഭാഗമോ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനെ അടിച്ചമർത്തലല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഇന്ന് രാവിലെ ഇവരുടെ ഈ അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗ് മൊത്തം ടി വിയിലൂടെ വീക്ഷിച്ച ഒരാളാണ്. ടി വിയിലൂടെ ഇത് കണ്ടപ്പോൾ ഏതാണ്ട് റീമ കെല്ലിങ്ങൽ ഒരു 11 മണിയോടെ 12 മണിയോടെ റീമ കെല്ലിങ്ങൽ ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോൾ റീമ പറയുകയുണ്ടായി. അപ്പോൾ പത്രക്കാരൊക്കെ ചോദിച്ചു, എന്താണ് ഇത്, നിങ്ങൾ ഈ കാര്യം ഉന്നയിക്കുന്നില്ലേ? ഞങ്ങളിത് കൊടുത്തിട്ടുണ്ട്, ഇത് തീർച്ചയായും അമ്മ ഇന്ന് അത് ചർച്ച ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുകയാണ്, അവർ ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഇന്നസെൻ്റാണ് പറഞ്ഞത് ചർച്ച ചെയ്തില്ല, ചർച്ച ചെയ്യാൻ ഒരാൾ പോലും മുമ്പോട്ട് വന്നില്ല. ശ്രീ ഗണേഷ് അവിടെ നിന്ന് പറഞ്ഞു, അദ്ദേഹം എൻ്റെ ക്ലാസ്മേറ്റോടാണ്, അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞു, ഞങ്ങളുടെ വേദി കൊടുത്തിരുന്നു, ഒറ്റ മനുഷ്യൻ പോലും വന്ന് ചോദിച്ചില്ല. ശ്രീ മമ്മൂട്ടിയും ശ്രീ മോഹൻലാലും വേണു പറഞ്ഞതുപോലെ അവർ രണ്ടുപേരും മിണ്ടാതിരുന്നു. അവർ രണ്ടുപേരും മിണ്ടാതിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ മമ്മൂക്കയോ അല്ലെങ്കിൽ ലാലേട്ടനോ അവർ രണ്ടിൽ ആരെങ്കിലും അവരെന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം ശരിക്കും മാധ്യമങ്ങളായാലും ഒരു ലെവലിൻ്റെ മുകളിലേക്ക് ആ അഭിപ്രായങ്ങൾ വരും. ഇത് വന്നു കഴിഞ്ഞാൽ അമ്മയിൽ നിന്നാണ് അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ നിന്നാണ് ഇതിൻ്റെ ഒരു പ്രതിയെ പോലീസ് കണ്ടെത്തുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കത് നാളെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും എന്നുള്ള ഒരു മാനസിക പ്രശ്നം കൊണ്ടായിരിക്കാൻ രണ്ടുപേരും മിണ്ടായിരുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ മുകേഷും ഗണേഷും ഒക്കെ അവിടെ കിടന്ന് വലിയ രീതിയിൽ ആക്രോശിക്കുന്നത് കണ്ടു, പത്രക്കാരോട് തന്നെ വലിയ രീതിയിൽ ആക്രോശിക്കുന്നത് കണ്ടു. ആ ആക്രോശത്തിനൊന്നും ആവശ്യം ഇങ്ങനൊരു മീറ്റിങ്ങിലൊന്നും പത്രക്കാരോട് കാണിക്കുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം പത്രക്കാർക്ക് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർ ഈ സമൂഹത്തിൽ നടക്കുന്ന ഏതൊരു കാര്യവും തീർച്ചയായിട്ടും അവർ ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുത്തേണ്ടത് മാധ്യമങ്ങളുടെ ചുമതലയാണ്. ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഇല്ല, സിനിമാ സംഘടനയ്ക്കില്ല, നടന്മാർക്കില്ല, നായകന്മാർക്കില്ല എന്ന് സിനിമാക്കാർ അങ്ങ് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇതൊരു സാമൂഹ്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുകയാണ്. ജനമില്ലാതെ ഇവർക്കൊന്നും ഇങ്ങനെ നിൽക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇവരുടെ പ്രവർത്തികൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വവും ഏറ്റെടുത്തേ പറ്റൂ. ഇവരുടെ പരസ്യവണ്ടിയാകാൻ ഇറങ്ങിയിരിക്കുന്നവരല്ല മാധ്യമങ്ങളോ മാധ്യമ സ്ഥാപനങ്ങളോ മാധ്യമ പ്രവർത്തകരോ. ഇവർക്ക് സിനിമ റിലീസിങ്ങിന് വരാമല്ലോ, അതിൻ്റെ പരസ്യം പറയാൻ, അതിൻ്റെ പരസ്യം കൊടുക്കാൻ മാധ്യമങ്ങൾ വേണമല്ലോ. അപ്പോൾ ഇവരുടെ പരസ്യവണ്ടി മാത്രമായി മാധ്യമങ്ങളെ കാണുക, എല്ലാം ഇവരുടെ വീക്ഷണകോണിലൂടെ മാത്രം, അങ്ങനെ അനുവദിക്കാൻ കഴിയുന്നതല്ല. അതാണ് ഈ എതിർ ശബ്ദത്തെ അംഗീകരിക്കുന്നില്ല എന്നതുപോലെ തന്നെ ഞങ്ങളുടെ ശബ്ദം മാത്രം കേട്ടാൽ മതി എന്ന നിലപാടും ഇവരെല്ലാം കൈക്കൊള്ളുന്നത്. ഇവിടെ മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ നിശബ്ദരായിരിക്കുമ്പോൾ മറ്റു ചിലർ വീറോടെ ചില കാര്യങ്ങൾ വാദിക്കുകയാണ്. ആ വാദിക്കുന്നത് ഒരാളെ പിന്തുണയ്ക്കുവാനുള്ള ശക്തിപ്രകടനമായി ചുരുങ്ങുകയാണ്. ഇതാണ് ഈ രംഗത്തെപ്പറ്റി ഇപ്പോൾ ആവർത്തിച്ച് ഉയർന്നുകൊണ്ടിരിക്കുന്ന ആക്ഷേപം. ആ ഘട്ടത്തിൽ ആ കാര്യത്തിലൊരു വ്യക്തത വരുത്തണ്ടേ? ആരെയും പിന്തുണയ്ക്കണമെന്നല്ല പറയുന്നത്, കുറെ കൂടി പക്വതയോടെ ഈ കാര്യത്തിൽ ഇരുവർക്കും ഇടപെട്ടുകൂടായിരുന്നോ? ഈ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്തിട്ടുള്ള ഈ ഫേസ്ബുക്ക് കളിയെങ്കിലും ഇന്നലത്തെ ദിവസത്തേക്ക് മാത്രമായെങ്കിലും ഇരുവർക്കും ഒഴിവാക്കിക്കൂടായിരുന്നോ? നാട്ടിൽ എത്ര ആളുകൾ കാണുന്ന മുഖമാണിത്. ഇന്നലെ എന്തേ അങ്ങനെയൊരു ഈ പറയുന്ന പ്രതിച്ഛായ ദൗർലഭ്യം അവരനുഭവിക്കുന്നുണ്ടോ? അതോ അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രശസ്തി ദാരിദ്ര്യം ഇന്നലെ പെട്ടെന്ന് അവരെ പിടികൂടിയോ?
തീർച്ചയായും ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് പ്രതികരിക്കാമായിരുന്നു. അവർ പ്രതികരിക്കാതിരുന്നത് കഷ്ടമെന്നേ പറയാനുള്ളൂ. വേറെ അതിൽ കൂടുതൽ എനിക്കതിന് ആ ഒരു കാര്യത്തിൽ വാക്കില്ല. പക്ഷേ ഇപ്പുറത്ത് ഈ ആക്രോശിച്ചവരുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞ മുകേഷ് ആയാലും ഗണേഷ് ആയാലും ശ്രീ ദേവനായാലും ഇവരൊക്കെ ആക്രോശിച്ച് അവിടെ നിൽക്കുന്നത് കണ്ടു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവർ 3 പേരൊന്നും ഒരു ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റാർഡമിലേക്ക് വന്നിട്ടില്ല, ഒരു സൂപ്പർ സ്റ്റാർ ലെവലിലേക്കൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് എന്തും പറയാം, ഇനി അവർ പറഞ്ഞാൽ അതൊരു പ്രശ്നമായി പോകുമല്ലോ എന്നൊക്കെ വിചാരിച്ചായിരിക്കാം ചിലപ്പോൾ ഒഴിഞ്ഞിരുന്നതും. അത് അവരുടെ കാര്യമാണ്. പക്ഷെ അവരുടെ കാര്യമാണെങ്കിലും വേണു പറഞ്ഞതുപോലെ ഈ സിനിമാക്കാരാണെങ്കിലും നമ്മൾ സാമൂഹ്യ ജീവികളാണ്. ഈ സമൂഹത്തോട് നമുക്ക് ചില ബാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ട്. അത് പത്രക്കാരായാലും ഉണ്ട്, സിനിമാക്കാരനായാലും ഉണ്ട്, ഒരു കൂലിക്കാരനായാലും ഉണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇത് പുറലോകം അറിയുകയാണെന്നുണ്ടെങ്കിൽ, അതും ഇതേപോലൊരു കാര്യം പുറലോകം അറിയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും പുറലോകത്ത് ഇത്രത്തോളം ഒരു ചർച്ചാ വിഷയമായ ഒരു വിഷയത്തിൽ തീർച്ചയായും ആ സംഘടന ഇടപെടേണ്ടതും അവർക്ക് അതിനുള്ള ധാർമ്മിക ബാധ്യതയുണ്ടായിരുന്നു. ആ പെൺകുട്ടിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഒരു ധാർമ്മിക ബാധ്യത ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ ഒരു മെഴുകുതിരിയുടെ വിലയല്ല ഒരു പെൺകുട്ടിയുടെ മാനത്തിന് കാണേണ്ടത്. പക്ഷേ ഇവർ അത് കണ്ടത് ആ രീതിയിലാണ്. ഇവർ എപ്പോഴാണ് പ്രതികരിച്ചു തുടങ്ങി? ഈ സംഘടനയിലെ ആൾക്കാർ എപ്പോഴാണ് പ്രതികരിച്ചു തുടങ്ങി? ഏറ്റവും ഗൗരവതരമായ കാര്യം ഇവർ മിണ്ടാതിരിക്കുന്നത് പിന്നെ മനസ്സിലാകും. ഇതാരും ഉന്നയിച്ചില്ല എന്ന് പറയുകയാണ്. ഇത് പുറമേ നിന്നൊരാൾ വന്നാണോ ഉന്നയിക്കേണ്ടത്? ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ രാജസേനൻ, ഇത് ഉന്നയിക്കുന്നില്ല എന്ന് ആവർത്തിച്ച് പറയുന്ന വ്യക്തിയുടെ പേര് ഇന്നസെന്റ് എന്നാണ്. ഇന്നസെന്റ് അമ്മയുടെ പ്രസിഡന്റ് മാത്രമല്ല, കേരളത്തിലെ ഒരു MP ആണ്. ഇവിടെ നമുക്കിനി ഈ പറയുന്ന ഗണേശനിലേക്കും മുകേഷിലേക്കും കൂടെ വരാം. രണ്ടുപേരും MLA-മാരാണ്. എന്ന് വെച്ചാൽ ഈ ക്രൗൺ പ്ലാസയിൽ ഇങ്ങനെ ആർജവത്തോടെ സിനിമാ മേഖലയിലെ തൻ്റെ സഹപ്രവർത്തകന് വേണ്ടി ഘോരഘോരം സംസാരിക്കുമ്പോൾ അവർ താരങ്ങൾ മാത്രമായി ചുരുങ്ങാൻ പാടില്ലാത്തവരാണ്. കാരണം ഈ ക്രൗൺ പ്ലാസയിലേക്ക് ഇവരെത്തുന്ന വണ്ടിയില്ലേ, ആ വണ്ടിയിലടിക്കുന്ന എണ്ണയില്ലേ, അതുവരെ ഇവർക്ക് കിട്ടുന്ന കൂപ്പണിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്ന് വെച്ചാൽ MLA എന്നും MP എന്ന നിലയിലും തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന നിലയിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ പറ്റുന്നവരാണ്. ഇവരാരും അത് കൈപ്പറ്റാതിരിക്കുന്നില്ലല്ലോ. അവർക്ക് MLA എന്നും MP എന്ന നിലയ്ക്കുമുള്ള വേതനം കിട്ടുന്നില്ലേ, കൂപ്പൺ കിട്ടുന്നില്ലേ? ഇനി ഇതിന് ശേഷം ഇനി തിരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിലും മത്സരിച്ചില്ലെങ്കിലും അവർക്ക് തുടർന്ന് ആ ആനുകൂല്യങ്ങൾ നിലനിൽക്കില്ലേ? ചികിത്സാ സൗകര്യം അടക്കം കിട്ടില്ലേ? എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ്? ദിലീപിനെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ടാണോ ഇത്? അല്ലെങ്കിൽ നടന്മാരെന്ന നിലയിലാണോ ഇത്? അല്ല, ജനപ്രതിനിധികൾ എന്ന നിലയിലാണ് ഈ ആനുകൂല്യങ്ങൾ കിട്ടുന്നത്. അപ്പോൾ അമ്മയുടെ കേന്ദ്രത്തിലേക്ക് ഇരിക്കുമ്പോൾ അവർക്ക് ജനപ്രതിനിധി എന്ന ഭാവമില്ല, ഒരു സാമൂഹ്യ ഉത്തരവാദിത്വവും നിർവഹിക്കാനില്ല. ഞങ്ങൾ താരങ്ങൾ മാത്രമാണ്, ഇത് ഞങ്ങളുടെ ഒരു അടഞ്ഞ ലോകമാണ്. അങ്ങനെ കരുതാം. ഇവരുടെ ഈ ജനറൽ ബോഡിയിലെ മറ്റൊരു കാര്യവും ഞങ്ങൾ അന്വേഷിക്കുന്നില്ല സാർ. ഇവിടെ ഈ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നിൽക്കുന്നു. പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന നിലനിൽക്കുകയാണ്. ഈ മേഖലയുമായി ബന്ധപ്പെട്ടവരാണ് അതിൻ്റെ സംശയത്തിൽ നിൽക്കുന്നത്. അവിടെ ഇവർ ഈ രൂപത്തിലാണോ പ്രതികരിക്കേണ്ടത്? ഏറ്റവും വിചിത്രമായിട്ട് തോന്നിയത് ഇപ്പോൾ വേണു പറഞ്ഞ ഒരു പോയിൻ്റാണ്. അതായത് ജനപ്രതിനിധികളായ 3 പേർ, അത് ഒരാൾ MP, 2 പേര് MLA-മാർ, ഏറ്റവും ബാലിശമായിട്ട് അവിടെ പെരുമാറിയത് അവർ 3 പേരും തന്നെയാണ്. പ്രത്യേകിച്ചും അമ്മയുടെ പ്രസിഡൻറ്റ് എന്നുള്ള സ്ഥാനത്ത് വർഷങ്ങളായിട്ടിരിക്കുന്ന ഒരാളാണ് ഇന്നസെൻ്റ് ചേട്ടൻ. അദ്ദേഹം ഈ പ്രശ്നത്തിൽ പല പ്രാവശ്യവും വളരെ തമാശ രൂപത്തിലൊക്കെ പറഞ്ഞ് ഇതിനെ അങ്ങ് വളരെ പരിഹസിച്ച് കളഞ്ഞ സന്ദർഭങ്ങളുമുണ്ട്. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ സ്പീച്ചിനകത്തും അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് ഞാൻ കേട്ടിരുന്നു. പിന്നെ മറ്റു 2 പേരും, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം നല്ല സുഹൃത്താണ്, ആത്മാർത്ഥത ഉള്ളവനാണ്. പക്ഷേ പെട്ടെന്ന് പുള്ളി റൈസ് ചെയ്യും, അതുപോലെ തണുത്ത് വരുന്ന ഒരാളുമാണ്. പക്ഷേ ഇന്ന് പുള്ളി വളരെ പ്രകോപിതനായിട്ട് അവിടെ സംസാരിച്ചു. മുകേഷ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം അവർ ചിന്തിക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നിയത്, അവരെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരും കൂടിയാണ്. അവരിപ്പോൾ അമ്മയുടെ അസോസിയേഷൻ്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള പത്രസമ്മേളനമാണെങ്കിലും ഇവരെ 3 പേരെയും നമ്മൾ കാണുന്നത് ഇപ്പോൾ നടന്മാരായിട്ട് മാത്രമല്ല, അല്ലാത്തൊരു വലിയ ഉത്തരവാദിത്വമുള്ള പോസ്റ്റിലിരിക്കുന്നവരാണ്. അപ്പോൾ അവരവിടെ കാണിച്ച ഒരു പ്രകടനം, പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മാധ്യമം എന്ന് പറയുന്നത്, കേരളത്തിലെ മീഡിയ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ്. വളരെ നിഷ്പക്ഷമായിട്ട് ഒരു നിമിഷം ശ്രീ രാജസേനൻ, അത് മാധ്യമങ്ങൾക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യമല്ല. മാധ്യമങ്ങളും ജനങ്ങളും തമ്മിലുള്ള നാഭീനാള ബന്ധം കൊണ്ടാണത്. തീർച്ചയായിട്ടും. അപ്പോൾ എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ അവരുടെ ജനാഭിമുഖ്യമായ പരമായ നിലപാടെടുക്കുന്നത് കൊണ്ടാണ് അത് പവർഫുള്ളായി നിൽക്കുന്നത്. മാധ്യമങ്ങളിലൂടെ പ്രകടിപ്പിക്കപ്പെടുന്ന ശക്തി എന്ന് പറയുന്നത് ജനങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കപ്പെടുന്നു എന്നത് വഴി കിട്ടുന്ന ശക്തിയാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ചർച്ച തന്നെ എന്നെ പല ചാനലിൽ നിന്ന് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. ഞാനൊന്ന് മാറി നിന്നു. കാരണം ഇതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ അറിയാതെ വന്നിരുന്നു, എന്തെങ്കിലും പറയേണ്ടെന്ന് വിചാരിച്ച് മാറി നിന്നു. അപ്പോൾ ഒരു മാധ്യമരംഗത്തെ പ്രശസ്തനായ ഒരാൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇത് നിങ്ങൾക്കൊന്നും ഇത് ആവശ്യമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കെന്തിനാണ് ഇത്?
ആ സമയം കൊണ്ട് വേറെ എന്തെങ്കിലും പരിപാടി കാണിച്ചോ പോയാൽ പോരെ എന്നൊരു ചോദ്യമാണ് എന്നെ ഉണർത്തിയത്. ഞാൻ ആലോചിച്ചു, ശരിയാണ്. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ സിനിമയുടെ പ്രൊമോഷനൊക്കെ വന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുകയാണ്, യാചിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്, ഇതൊന്ന് പ്രൊമോട്ട് ചെയ്ത് തരണമെന്നുണ്ട്. അപ്പോൾ അതേ ഉത്തരവാദിത്വം നമുക്കിതിലുണ്ട്. കാരണം ഒരു സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിനിമാ രംഗത്തെ ആദ്യത്തെ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ആണ്. അതായത് ഇതിനു മുമ്പ് ഇങ്ങനൊരു ഇഷ്യൂ സിനിമയിൽ ഉണ്ടായിട്ടില്ല. എൻ്റെ ഓർമ്മയില്ല, ഞാനും 35 വർഷം കൊണ്ട് സിനിമയിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഇവിടെ ഈ മീഡിയാസിനെ ആവശ്യമില്ലാതെ ഭയക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മീഡിയാസ് ഇത്രയൊക്കെ ചെയ്താൽ മതിയെന്ന് വിചാരിക്കുന്നത് കൊണ്ടോ ആണ് ഈ ദേഷ്യപ്പെടലും ഈ ഒരുതരം ഇറിറ്റേറ്റിങ്ങും ഒക്കെ കാണിക്കുന്നത്. അവിടെയാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ ഒരു പോയിൻ്റ് അവർ മറന്നു പോകുന്നു. അതായത് ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സമ്മേളനം നടന്നിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ പത്രസമ്മേളനം. അപ്പോൾ ദിലീപ് വാസ്തവത്തിൽ അതായത് നിയമപരമായിട്ട് കുറ്റവിമുക്തനായില്ലെങ്കിൽ പോലും ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ പ്രത്യേകിച്ച് ആർത്തൊന്നുമില്ല. അദ്ദേഹം നിരപരാധിയായിട്ട് നിൽക്കുന്നതാണ്. അവിടെ അവർക്ക് സംയമനം പാലിച്ചുകൊണ്ട് മീഡിയാസുമായിട്ട് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇത് ഇങ്ങനെ പ്രകോപനം കൂടുമ്പോഴുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ വീണ്ടും പൊതുജനത്തിന് സംശയം അങ്ങോട്ട് നീണ്ടു പോകും, നേരെ അവരുടെ നേർക്ക് തന്നെ പോകും സംശയം. അപ്പോൾ ആ സംശയം ഇങ്ങനെ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്ന രീതിയിൽ വളരെ അമച്വറിഷായിട്ടുള്ള ഒരു പ്രകടനമാണ് അവിടെ കാഴ്ചവെച്ചത്. ശരി, ഒരു കാര്യം കൂടി, ഇതാരും ഉന്നയിക്കണമായിരുന്നു? ഇപ്പോൾ അമ്മ പറയുകയാണ്, കറക്റ്റ്, ശരിയാണ്, ഇതാരെങ്കിലും ഉന്നയിക്കണം. ആരും ഉന്നയിച്ചില്ല. രണ്ടും യാദൃച്ഛികമല്ല. ആരെങ്കിലും ഉന്നയിക്കണമെന്ന് പറയുന്നതും യാദൃച്ഛികമല്ല, അങ്ങനെ പറയുന്നതിന് പിന്നിലൊരു താല്പര്യമുണ്ട്. ആരും ഉന്നയിക്കാതിരിക്കുന്നതും യാദൃച്ഛികമല്ല, അതിൻ്റെ പിന്നിലും പ്രശ്നങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഈ പ്രശ്നം അവിടെ ആരും ഉന്നയിക്കേണ്ട ആവശ്യമില്ല. ഇത് അമ്മ എന്ന് പറയുന്ന അസോസിയേഷന് സ്വയം എടുത്ത് ചർച്ച ചെയ്യാവുന്നൊരു വിഷയമാണ്. ചർച്ച ചെയ്തിരിക്കണമായിരുന്നു. ഒരംശമെങ്കിലും ജനാധിപത്യ സ്വഭാവം ആ അസോസിയേഷനകത്ത് ഉണ്ടെങ്കിൽ ഇത് ഇന്ന് ചർച്ച ചെയ്ത് പുറത്തേക്ക് വന്ന് മാധ്യമങ്ങളോട് ഇവർ പറയേണ്ടിയിരുന്നത് ആ കാര്യമായിരുന്നു. അതായത് ഇവരെങ്ങനെ നടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവരെങ്ങനെ ദിലീപിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് വാസ്തവത്തിൽ ഈ ചർച്ചയുടെ ആവശ്യം പോലും വരത്തില്ലായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, ശ്രീ സജി നന്ദിയുടെ ശ്രീ രാജസേനൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. ശ്രീ രാജസേനന് പോലും തോന്നുകയാണ് ഈ സംഘടന വളരെ ശക്തിയോടുകൂടി ദിലീപിൻ്റെ പിന്നിൽ അണിനിരക്കുന്നു എന്ന്. അതിൻ്റെ പിന്നിലുള്ളതോ സാമ്പത്തിക താല്പര്യങ്ങളാണ് എന്നും. അപ്പോൾ പിന്നെ ആരും ഇത് ഉന്നയിക്കാതിരിക്കുന്നത് യാദൃച്ഛികമല്ല. ഇവിടെ NS മാധവൻ എന്ന ഒരു എഴുത്തുകാരൻ, സിനിമാ മേഖലയിലുള്ള എത്ര പേർക്ക് അറിയുമെന്നറിയില്ല, അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റുണ്ട്. അദ്ദേഹം പറഞ്ഞത്, അമ്മ എന്ന് വെച്ചാൽ അസോസിയേഷൻ ഓഫ് മണി മാഡ് മെയിൽ ആക്ടേഴ്സ്, ഇങ്ങനെയാണ് AMMAA അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതുതന്നെയാണ് ശ്രീ രാജസേന ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന വ്യക്തിയും പറയുന്നത്. എന്ന് വെച്ചാൽ സാമ്പത്തിക താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കൂട്ടുകെട്ടാണ്, അതൊരു വലിയ ഐക്യപ്പെടലൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ ചരടുകൾ എന്ന് പറയുന്നത് വേറെ താല്പര്യങ്ങളാലാണ് കൂട്ടിക്കെട്ടപ്പെട്ടിരിക്കുന്നത്. അവിടെ അവകാശങ്ങളെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല, ഉന്നയിക്കേണ്ട ഉത്തരവാദിത്വവും ആർക്കുമില്ല. ലാഭഛേദങ്ങളുടെ കാര്യം മാത്രമാണ് ആലോചന യോഗം എന്ന നിലയിൽ അവിടെ നടക്കുന്നത് എങ്കിൽ അത് നടന്നോട്ടെ. പക്ഷേ അതിനപ്പുറത്ത് മറ്റു ചില വിഷയങ്ങൾ വരുമ്പോൾ